ഇന്ന് നമ്മൾ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിന് വേണ്ടി 3 കപ്പ് ഗീ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഏത് റൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ബസ്മതി റൈസോ ജീരകശാല കൈമ പിന്നെ റേഷൻ കടയിലത്തെ അരി എന്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. പിന്നെ അതേ ഇപ്പുറത്ത് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സോയ ചങ്ക്സ് 1 കപ്പ് സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ കുതിർത്തി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പുറത്ത് ബർണറിൽ വെച്ചിരിക്കുക. പിന്നെ ഇവിടെ കടായി വെച്ചിട്ട് എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ കടുക് പൊട്ടി വറ്റൽമുളക് 2 എണ്ണം ഇട്ട് അതും കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് 3 മിക്സിയിൽ അടിച്ചതാണ്. ഇത് തെരുതെരുപ്പായിട്ട് അടിച്ചാൽ മതി, പേസ്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ കറിവേപ്പില ഇട്ട് 2 സബോള ചോപ്പ് ചെയ്തത് ഞാൻ ചോപ്പറിലാണ് ചെയ്തത്. ചെറുതായിട്ട് ഇപ്പോൾ അരിയണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് സോയ ചങ്ക്സ് അവസാനം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചാൽ അതിൻ്റെ എണ്ണ മുഴുവൻ നടുവിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആ എണ്ണയില്ലാത്തത് മാത്രം ഇതിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ 2 ടീസ്പൂണൊക്കെ ഇടാം, നല്ല കളർ വരും. ഇത് എരിവുള്ളതായതുകൊണ്ട് കുറച്ച് ഇടണുള്ളൂ. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്ത് അധികം മൂക്കണ്ട, ഭയങ്കരമായിട്ട് മൂക്കൊന്നും വേണ്ട. അത് കഴിയുമ്പോൾ നമ്മൾ 8 തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളറുള്ള തക്കാളി ആയതുകൊണ്ട് ഇതിന് പ്യൂരിക്ക് നല്ല കളറുണ്ടായിരുന്നു. കളറുള്ള തക്കാളി എടുക്കുന്നതാണ് നല്ലത്, അപ്പോൾ ടൊമാറ്റോ റൈസിനും നല്ല കളർ വരും. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തു. സോയ ചങ്ക്സും കൂടി ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, നന്നായി പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വെച്ച് ഇതിൻ്റെ എണ്ണ തെളിയണ വരെ ഇങ്ങനെ ഇളക്കുക. ഇതിലേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എണ്ണ തെളിയണം, അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുക കേട്ടോ. അങ്ങനെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. അതേ കണ്ടില്ലേ, എല്ലാ വെള്ളവും പോയി. വെള്ളമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് എണ്ണ തെളിയണം, അപ്പോൾ റൈസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കാഷ്യൂനട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ആവശ്യമില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കുറച്ചും കൂടെ റിച്ചായി നമ്മുടെ ടൊമാറ്റോ റൈസ്. അങ്ങനെ ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ളത് ഈ 3 കപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടെങ്കിലും കൂടി ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ എല്ലാതും കൂടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഈ ഗ്രേവി അതിൻ്റെ കളർ അധികം നല്ലതായിട്ട് വരില്ല, ചോറ് കൂടുതലാകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇളക്കി നോക്കുക, എന്നിട്ട് ആവശ്യത്തിനുള്ള ചോറ് ഇതിലിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചോറ് പ്ലെയിൻ ചോറ് നമുക്ക് പ്ലെയിനായിട്ട് തന്നെ കഴിക്കാം. അങ്ങനെ ഇത് നന്നായി ഇളക്കി കൂട്ടി ഇതിലേക്കും കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ സിമ്മിലിട്ട് ഒരു 3 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് ആ 3 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. പിന്നെ നമ്മളിത് കഴിക്കണ നേരത്ത് തുറന്നാൽ മതി. ഇത് കഴിക്കാനായിട്ട് നമ്മളിതിൽ സാലഡിൻ്റെ കൂടെ റൈത്ത പിന്നെ അച്ചാർ മസാലപ്പപ്പടം ഇതൊക്കെ കൂട്ടി കഴിക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചിക്കൻ ഫ്രൈ കൂട്ടി കഴിക്കുക നല്ലതാണ്. അങ്ങനെ ടൊമാറ്റോ റൈസ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. ഈ സോയ ചങ്ക്സ് ഇങ്ങനെ ചെറുതായി ഫ്രൈ ചെയ്തിടുമ്പോൾ നല്ല സ്വാദുണ്ട് കേട്ടോ. അങ്ങനെ വേവിച്ച് അങ്ങനെ തന്നെ ഇടുന്നേക്കാളും സ്വാദുണ്ട് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കുറേ എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. ബൈ.